हज़रत बिलाल शाह अलैहिर्रहमा के उर्स शरीफ के मौके पर अल्लाह ताला उनके आस्थाने पर जमा होने की अल्लाह ने हमें तौफीक अता फरमाई। അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഒരു വലിയ ബഹുമാനപ്പെട്ട ഹദ്റത്ത് ബിലാൽ ഷാഹ് അലൈഹിർറഹ്മ മഹാനവറുകളുടെ ഉർസിൻ്റെ ഈ സന്ദർഭത്തിൽ അവരുടെ ഹദ്റത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു അവൻ്റെ തൗഫീഖ് കൊണ്ട് അവൻ്റെ ഹബീബിൻ്റെ വസീല കൊണ്ട് നമുക്ക് ഏവർക്കും അനുഗ്രഹിച്ചു। അൽഹംദുലില്ലാ। अल्लाह से हम सबों की यही दुआ है, जिस तरह तूने हमको तेरे वली के आस्थाने पर जमा किया है, ऐ अल्लाह इनके तवस्सुल से, पीरान इज़ाम के तवस्सुल से, सदक़े में रसूलुल्लाह के हमारे ईमान में भी इज़्दियाद अता फरमा, हम सबों की गफलतों को ज़िक्र में तब्दील फरमा। അള്ളാഹുവിനോട് നാം ഇവരെ ഈ ഹദ്റത്തിൽ ഒരുമിച്ച് കൂടി ഈ സന്ദർഭത്തിൽ നാം ദുആ ചെയ്യുകയാണ്, അള്ളാഹുവേ നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധർമ്മമായി മഹാന്മാരായ മശായിഖന്മാരുടെ വസീല കൊണ്ട് ഈ മഹാനവറുകളെ മാധ്യമമായി ഞങ്ങൾ ദുആ ചെയ്യുന്നു. ഞങ്ങളുടെ ഈമാനിൽ നീ വർധനവുണ്ടാക്കി തരണേ. അശ്രദ്ധ ഞങ്ങളിൽ നിന്ന് നീക്കിക്കൊണ്ട് ദിക്ർ ചെയ്യുന്ന ദാക്കിരീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവേ നീ ഞങ്ങളെ അവരെയും ഉൾപ്പെടുത്തണമേ. हाज़रीन इकराम, अल्लाह ताला हमको अपने एक ऐसे वली की याद में जमा किया है जो अपनी सारी ज़िंदगी अल्लाह के एक वली की सोहबत अख्तियार करते हुए उनसे फैज़ पाकर अपनी ज़िंदगी में अल्लाह और उसकी रसूल की मोहब्बत को अपने दिल में पैदा करके ज़िंदगी जो गुजारे हैं, अल्लाह ताला आज उनकी याद में हम सबों को जमा किया है। ബഹുമാനികളെ, ജീവിതകാലം മുഴുവൻ ഒരു കാമിലായ വലിയിൻ്റെ സഹവാസം സ്വീകരിച്ചുകൊണ്ട് അവരുടെ ശിക്ഷണത്തിലായി അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള അതിരറ്റ സ്നേഹം തൻ്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് ജീവിതം നയിച്ച അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകക്കാരനായ വലിയിൻ്റെ ഓർമ്മയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഇന്നിവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. हम यहाँ पर आए हैं, हम भी अगर कोशिश करेंगे, मेहनत करेंगे, इंशाअल्लाह अल्लाह ताला हमको भी ये जिस तरह ज़िंदगी गुजार कर हमारे सामने से रुखसत कर गए हैं, अल्लाह ताला हमको भी उसी तरह ज़िंदगी गुजारने की तौफीक अता फरमाएगा। നാമും ഇവരെ മാതൃകയാക്കിക്കൊണ്ട് അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള സ്നേഹത്തിലായുള്ള ജീവിതം നയിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എപ്രകാരം ഇവർ ജീവിച്ചു വിജയിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ നിന്ന് വിടവാങ്ങിയോ അതുപോലത്തെ ഒരു ജീവിതം അള്ളാഹു നമുക്കും പ്രദാനം ചെയ്യുന്നതാണ്. बुजुर्गों और दोस्तों, अल्लाह ताला और उसके हबीब को अगर कोई चीज़ अगर मतलूब है, वो सिर्फ यही है कि अल्लाह और उसके रसूल की मोहब्बत। आज जिसकी याद में अल्लाह ताला हमको जमा किया है, ये अल्लाह और उसके रसूल की मोहब्बत में खुद को ऐसा फना किए हैं, अल्लाह ताला आज इतने साल बाद गुजरने के बावजूद भी अल्लाह ताला उनके नाम को बाकी रखा है। अगर हम भी अगर इनकी ज़िंदगी से सबक हासिल करते हुए अपने दिलों में अल्लाह और उसके रसूल की मोहब्बत को अगर हम पैदा करेंगे, इंशाअल्लाह अल्लाह ताला हमारे नाम को भी इनके नाम की तरह बाकी रखेगा। ബഹുമാനികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള സ്നേഹം കൈവരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ്. എപ്രകാരം ഈ മഹാനവറുകൾ അവരെ ജീവിതകാലത്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ കൺമുന്നിൽ നിന്ന് മാറ്റിക്കൊണ്ട് അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും സ്നേഹത്തിൽ മാത്രമായുള്ള ഒരു ജീവിതം നയിച്ചോ, അതിനുവേണ്ടി തൻ്റെ സർവ്വതും ബലിയർപ്പിക്കാൻ തയ്യാറായോ, തൽഫലമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും അവരുടെ നാമത്തെ മാഞ്ഞു പോകാൻ അനുവദിച്ചില്ല. അള്ളാഹു തആല അവരുടെ നാമത്തെ ഇന്നും ഉന്നതമായ നിലക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. നാമും അഥവാ നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും സ്നേഹത്തിലായിക്കൊണ്ട് അവൻ്റെ നാമത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി നാം നമ്മുടെ ജീവിതത്തെ ഒഴിഞ്ഞു വെക്കുകയാണെങ്കിൽ നാമും ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞാലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാമത്തെയും മാഞ്ഞു പോകാൻ അനുവദിക്കുകയില്ല. എപ്രകാരം അവരെ നിലനിർത്തിയോ അള്ളാഹു നമ്മയും ഇവിടെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. आज दुनिया का अगर हम जायजा लें, आज तकरीबन इल्ला माशा अल्लाह आज हर कोई दुनिया के तलब में अपनी जिंदगी को बसर कर रहा है। हर किसी का एक ही ख्वाहिश, एक ही जरूरत आज हो गई है कि आज दौलत कमाएं, आज दुनिया हासिल करें। अजीज दोस्तों, ये दुनिया अल्लाह जितनी हमारे मुकद्दर में लिखा है जरूर हमको मिलकर रहेगी, लेकिन अल्लाह वालों ने हमको बतलाया है ये दुनिया की तलब से कहीं ज्यादा अगर बेहतर अगर है, अल्लाह अगर किसी को अगर पसंद करता है तो उसकी मोहब्बत और उसके हबीब की मोहब्बत। अगर ये मोहब्बत को अगर अपने दिलों में अगर हम पैदा करेंगे,
ये दुनिया तो फानी होने वाली है, छूटने वाली है, लेकिन ये मोहब्बत को अगर अपने दिलों में अगर हम कायम रखेंगे, ये मोहब्बत को लेकर अगर हम इस दुनिया से जाएंगे तो इंशाअल्लाह सब फना हो जाएगा, लेकिन अल्लाह इसको कभी फना होने नहीं देगा। ബഹുമാനികളെ, ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് നാം കണ്ണോടിക്കുകയാണെങ്കിൽ പൊതുവെ ജനങ്ങളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ല മാഷാ അല്ലാഹ് അള്ളാഹു തആല തൗഫീഖ് ചെയ്ത ആളുകൾ ഒഴികെ സിംഹഭാഗം ആളുകളും ഭൂരിഭാഗം ആളുകളും അവരുടെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത് ദുനിയാവിന്റെ മുഹബ്ബത്തിലായിക്കൊണ്ട്, ദുനിയാവിന്റെ സ്നേഹത്തിലായിക്കൊണ്ട്, രാവും പകലും ദുനിയാവ് എന്നുള്ള ഒരൊറ്റ ചിന്തയിലും വിചാരത്തിലും അധ്വാനത്തിലും മാത്രമായി ജീവിതം നയിക്കുകയാണ്. ഇത്രമാത്രം കഷ്ടപ്പെട്ട് ദുനിയാവിന്റെ പിന്നാലെ ജനങ്ങൾ ഓടുന്നതിനാൽ അവർക്ക് ലഭിക്കുന്നതെന്ത്? അല്ലാഹു തആല അഥവാ മുഖദ്ദറിൽ ദുനിയാവ് വല്ലതും എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ദുനിയാവ് ലഭിക്കുമെന്നല്ലാതെ അതിലപ്പുറം ഒന്നും തന്നെ അവർക്ക് സമ്പാദിക്കാൻ സാധിക്കുകയില്ല. മരണത്തോടുകൂടി ഏതൊരു ദുനിയാവിന്റെ നശിച്ചു പോകുന്ന നശ്വരമായ ദുനിയാവിന്റെ പിന്നിലാണോ ഓടിക്കൊണ്ടിരുന്നതെങ്കിൽ ആ ദുനിയാവും അതിന്റെ വസ്തുക്കളും എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ കൈവലഞ്ഞ് പോകേണ്ട ഒരവസ്ഥയായിരിക്കും നേരിടുക. നേരെ മറിച്ച് ഏതൊരാള് അള്ളാഹുവിനോടുള്ള മുഹബ്ബത്ത്, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മുഹബ്ബത്ത്, ഈ മുഹബ്ബത്തിലായിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ നശിച്ചു പോകാത്ത ശാശ്വതമായ സുഖവും സന്തോഷവും ലഭ്യമാകുന്ന ഒരു ജീവിതം ഇഹത്തിലും പരത്തിലും നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നതാണ് എന്ന് ഈ മഹാന്മാരുടെ ജീവിതം മുന്നിൽ വെച്ചുകൊണ്ട് നാം ഓരോരുത്തരും മനസ്സിലാക്കാൻ തയ്യാറാകേണ്ടതാണ്. बुजुर्गों और दोस्तों, ये दुनिया की मोहब्बत फानी है। अगर ये फानी के पीछे अगर हम मेहनत कर कर अगर हम फना हो जाएंगे बुजुर्गों, कभी हम फायदा नहीं उठा सकते। अगर हम अल्लाह और उसके रसूल की मोहब्बत जो बाकी रहने वाली है, अगर ये बाकी के पीछे अगर हम फना हो जाएंगे, अगर हम कुर्बान हो जाएंगे, खुद को फना कर देंगे, अल्लाह ताला हमको कभी फना नहीं करेगा, बल्कि अल्लाह ताला हमको अबदुल आबाद तक अल्लाह ताला हमको बाकी व दाइम रखेगा। ബഹുമാനികളെ, നശ്വരമായ നശിച്ചു പോകുന്ന ഫാനിയായ ദുനിയാവിന്റെ പുറകെ ഓടിക്കൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് യാതൊന്നും തന്നെ ലഭിക്കാനില്ല. നേരെ മറിച്ച് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള സ്നേഹം, ആ സ്നേഹത്തിലായി നാം ജീവിക്കുകയും ആ കാരുണ്യവാനായ റബ്ബിന്റെ സ്നേഹത്തിൽ അവന് വേണ്ടി നമ്മുടെ ജീവിതവും സർവ്വതും ബലിയർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യുകയാണെങ്കിൽ ഈ മരണത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തന്നെ നമ്മെ നശിച്ചു പോകാൻ അനുവദിക്കുകയില്ല, മറിച്ച് എന്നെന്നും ജീവിപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കിയാക്കി നമ്മളെ നിലനിർത്തുന്നതാണ്. आज हम जिस महीने से गुजर रहे हैं और आइंदा जो महीना अल्लाह ताला हमको अता करने वाला है अपने हबीब के सदक़े में, ये माह ज़िलहज, माह मुहर्रमुल हराम का जो महीना आने वाला है, ये कैसे महीने हैं? इसमें एक तारीख, वाक़यात छुपे हुए हैं जो आज हम सबों को अल्हम्दुलिल्लाह मालूम है। लेकिन अफसोस की बात, उन वाक़यात को सुनकर भी आज दौर हाजिर का मुसलमान इससे सबक हासिल नहीं करके अपनी जिंदगी को बसर कर रहा है। अगर हम ये वाक़यात को सुनकर अगर हम खुद का जायजा लेते और मुहासबा करते और ये वाक़यात से अगर हम कुछ सबक सीखना अगर चाहते हैं, इंशाअल्लाह अल्लाह ताला हमको भी बाकी लोगों की फहरिस्त में शामिल फरमाएगा। ബഹുമാനികളെ, നാം നിലകൊള്ളുന്ന ഈ മാസം ഇതാ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. പുതിയൊരു മാസത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ നടന്നുകൊണ്ടിരിക്കുന്ന മാസമാകട്ടെ, അതല്ല ഈ തുടങ്ങാൻ പോകുന്ന മാസമാകട്ടെ, ദുൽഹജ്ജ് മാസം, അതുപോലെ തന്നെ വരാനിരിക്കുന്ന മുഹറം മാസം, ഈ മാസങ്ങളൊക്കെ അതിന്റെ ഉള്ളില് വലിയ വലിയ ചരിത്രങ്ങളും സംഭവങ്ങളെയും ഒളിപ്പിച്ചു വെച്ച മാസങ്ങളാണ്. നമ്മൾ ഈ മാസങ്ങളിലൂടെ കടന്നു പോകുന്നു, അതിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഈ മാസങ്ങൾ നമ്മെ ഓതി കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉന്നതന്മാരായ മഹാന്മാരുടെ ചരിത്രങ്ങൾ, ജീവിതങ്ങൾ അഥവാ നാം മനസ്സിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും. പക്ഷേ വളരെ സങ്കടകരമായ അവസ്ഥ, നമ്മൾ ഈ മാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നു. പക്ഷേ ആ മാസങ്ങൾക്ക് നമ്മോട് പറയാനുള്ള കഥകളേതോ, ആ കഥകൾക്ക് ചെവി കൊടുക്കാനോ അതിലൂടെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനോ ഇപ്രകാരം ആ മഹാന്മാർ അള്ളാഹുവിന്റെ അടുക്കൽ പ്രിയങ്കരായി. ये माह ज़िलहज का महीना कैसा बाबरकत अजीम महीना, साल का इख्तिताम हो रहा है। अल्लाह ताला कौन से हस्ती का जिक्र हमारे सामने बयान कर रहा है, और ये महीना आने के बाद किस हस्ती का हम जिक्र हम करते हैं? कौन है? उल आज़म पैगंबर हज़रत इब्राहीम खलीलुल्लाह अलैहिस्सलातु वस्सलाम। कौन है? अल्लाह के दोस्त है। ये दोस्ती जब हज़रत इब्राहीम अलैहिस्सलातु वस्सलाम को जब अल्लाह ने अता की, जब अल्लाह ने हज़रत इब्राहीम अलैहिस्सलाम को ये मकाम व मर्तबा जब अता किया, क्या किए हज़रत इब्राहीम अलैहिस्सलातु वस्सलाम? अपनी सारी जिंदगी अल्लाह के लिए कुर्बान करते हुए, अल्लाह के नाम के लिए, अल्लाह के लिए, अल्लाह की मोहब्बत के लिए कुर्बान करके खुद को मिटा दिया। लेकिन अल्लाह ताला आपके नाम को क़ियामत तक बाकी रख रहा है।
अगर हम मुहासिबा करते, जायजा लेते, आपकी जिंदगी से अगर हम कुछ सबक सीखते, तो इंशाअल्लाह अल्लाह ताला हमको भी हमेशा हमेशा के लिए बाकी रखेगा। ബഹുമാനികളെ, ഈ ദുൽഹജ്ജ് മാസത്തിലൂടെ നമ്മെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ചരിത്രം ആരുടെ ചരിത്രമാണ്? അള്ളാഹുവിന്റെ സ്നേഹിതനായ അള്ളാഹുവിന്റെ ഖലീലുല്ലാഹി സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന്റെ സ്നേഹിതനാണ്. അള്ളാഹുവിന്റെ സ്നേഹത്തിൽ മാത്രം ജീവിച്ചവരാണ്. അവരുടെ ജീവിതകാലം മുഴുവനും തന്റെ പക്കലുള്ള സർവ്വതും അള്ളാഹുവിന്റെ തൃപ്തിക്കും അള്ളാഹുവിന്റെ സ്നേഹത്തിലും അള്ളാഹുവിന്റെ നാമത്തെ ഉയർത്തിപ്പിടിക്കുന്നതിനും വേണ്ടി ബലിയർപ്പിച്ചു. തന്നെ ബാക്കിയാക്കാതെ സർവ്വതും അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും അവരെയോ അവരുടെ നാമത്തെയോ ഇവിടെ നിന്ന് നാമാവശേഷമായി പോകാൻ അനുവദിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും അവരുടെ നാമത്തെയും അവരുടെ പ്രവർത്തനങ്ങളെയും ഇന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കിയാക്കി നിലനിർത്തിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഈ മഹാന്മാര് ഏതൊരു സ്നേഹത്തിലാണോ ജീവിച്ചതെങ്കിൽ, എപ്രകാരം ആ സ്നേഹിതനായ റബ്ബിന് വേണ്ടി തന്റെ സർവ്വതും ബലിയർപ്പിച്ചുകൊണ്ടുള്ള ജീവിതം നയിച്ചോ, അണുമണി തൂക്കമെങ്കിലും അതിൽ നിന്നുള്ളൊരു അംശം നാമും നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കാൻ തയ്യാറാവുകയാണ് എന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ലോകത്തിൽ നിന്ന് നശ്വരമായി നശിച്ചു പോകാൻ അള്ളാഹു നമ്മെ അനുവദിക്കുകയില്ല. അള്ളാഹു തആല നമ്മളെയും നിലനിർത്തുകയും ബാക്കിയാക്കി വെക്കുകയും ചെയ്യുന്നതാണ്. अल्लाह ताला भी हमसे यही चाहता है। ऐसे अजीम हस्तियों को जब अल्लाह ताला इस दुनिया में लाया है, हालांकि आप सारे मखलूक के दरमियान हैं, लेकिन सबसे के बीच में रहकर भी सबसे कटकर जिस तरह जिंदगी गुजार रहे हैं, जिस तरह अल्लाह की मोहब्बत में, अल्लाह के लिए, अल्लाह के नाम के लिए जिस तरह अपनी जिंदगी को कुर्बान कर रहे हैं, अल्लाह भी यही चाहता है कि ऐसे खलील को जब मैं तुम्हारे दरमियान जब भेजा हूं, अल्लाह क्या बयान कर रहा है? फत्तबिऊ मिल्लत इब्राहीम हनीफा, तुम उनकी इत्तिबा करो। जब अल्लाह हमसे चाहता है तो हम ऐसे महीने को जब हम पाए हैं तो हम भी मुहासिबा करना, देखना, अगर हम देखेंगे और फिक्र करेंगे, अल्लाह ताला हम सबों को समझने की तौफीक अता फरमाएगा। ബഹുമാനികളെ, ബഹുമാനപ്പെട്ട ഹദ്റത്ത് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഉന്നതരായ ഉലുൽ അസ്മായ നബിയാണ്. അവര് ലോകത്തുള്ള ജനങ്ങൾക്ക് മധ്യയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും ആ സർവ്വ സൃഷ്ടികളിൽ നിന്നും മുഖം തിരിച്ചുകൊണ്ട് തന്റെ ഉടമസ്ഥനും സ്നേഹിതനുമായ അള്ളാഹുവിന്റെ സ്നേഹത്തിൽ മാത്രമായി ജീവിക്കുകയും അവന് വേണ്ടി സർവ്വതും അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതം നയിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനവർകളെ എത്രമാത്രം ഇഷ്ടപ്പെട്ടു, മഹാനവർകൾ ജീവിച്ച ആ ജീവിത മാർഗം അള്ളാഹുവിന് എത്രമാത്രം പ്രിയങ്കരമായി, ഖിയാമത്ത് നാൾ വരെ വരുന്ന സർവ്വ സമുദായങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകിച്ച് ഈ ഉമ്മത്തിന് അല്ലാഹു തആല കൽപ്പന നടത്തുകയാണ്, ഫത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ. നിങ്ങളൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിച്ച ആ മാർഗം, ആ പാന്താവ്, അവരുടെ മില്ലത്തിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുകയാണ് വേണ്ടത്. സർവത്തിന്റെ മധ്യത്തിലായിരിക്കെ അവയിൽ നിന്നൊക്കെ മുറിഞ്ഞ് അള്ളാഹുവിനോട് മാത്രം ബന്ധവും സ്നേഹവും നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം നിങ്ങളും ജീവിക്കേണ്ടത് എന്ന് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തെ കാണിച്ചു തന്നുകൊണ്ട് അള്ളാഹു തആല നമ്മോടൊക്കെ കൽപ്പിക്കുകയാണ്. ാണുള്ളത് അടുത്ത നിമിഷം നീ പറയപ്പെടാൻ യോഗ്യനായി മാറുന്നെങ്കിൽ അതും ഈ റബ്ബിന്റെ അനുഗ്രഹത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നവരോട് അടുപ്പമുണ്ടാക്കുകയും അവരിലൂടെ റബ്ബിനെ പരിചയപ്പെടുകയും ചെയ്യുക മാത്രമേ ഒരു പോംവഴിയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. बस यही उम्मीद है, हम औलिया अल्लाह की बारगाहों में आ रहे हैं, जा रहे हैं, बस ऐसे ही आइए और जाइए, बल्कि आए हैं तो फैजान से मालामाल होकर जाइए। इनकी जिंदगी को देखकर कुछ सीखिए। अगर हम सीखेंगे इंशाअल्लाह अल्लाह हम पर भी रहम फरमाएगा। अल्लाह ताला हमारे क़ुलूब में भी अपनी अपने हबीब की मोहब्बत, अपने महबूबीन की मोहब्बत अल्लाह हमारे दिलों में पैदा करेगा। സമയം കൂടുതലായിരിക്കുന്നു, പൂർണ്ണമായിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിൻ്റെ അഹിലുകാരായ മഹാന്മാർ, അള്ളാഹിൻ്റെ ഔലിയാക്കളുടെ ഹദ്റത്തിൽ വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. പക്ഷേ ഇങ്ങനെ വെറും ഒരു വന്നും പോക്കുമാക്കി നമ്മുടെ ഈ വരവും പോക്കുമാക്കരുത്. മറിച്ച് ഈ മഹാന്മാർ ജീവിച്ച ജീവിതം ഏത് നിലക്കാണ്, അവർ എപ്രകാരം ഏതൊരു സ്നേഹത്തിലും ഏതൊരു ബലിയർപ്പണത്തിലുമായിട്ടാണോ ജീവിതം നയിച്ചതെങ്കിൽ ആ കാര്യം നമ്മൾ മനസ്സിലാക്കി അവരുടെ ഫൈലാനിലൂടെ നമ്മുടെ ഹൃദയത്തിലും അള്ളാഹുവിനോടും അവൻ റസൂലിനോടുള്ള മുഹബ്ബത്ത് വർദ്ധിപ്പിക്കാനും ഈമാനിനെ കൂടുതലാക്കാനും നാം പരിശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് തീർച്ചയായും നാം ഒക്കെ അനുഗ്രഹീതരായി മാറുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യാം. अल्लाह से दुआ है जो भी हम सुन रहे हैं, कह रहे हैं, उस पर अमल के, सुनने से कहीं ज़्यादा अमल की हमें तौफीक अता फरमा। ऐ अल्लाह हमारे क़ुलूब में तेरी मोहब्बत अता फरमा, तेरे महबूबीन की मोहब्बत अता फरमा, बिलखुसूस तेरे हबीब की मोहब्बत हमारे दिलों में पैदा फरमा। ऐ अल्लाह हमारे क़ुलूब से दुनिया की मोहब्बत को हटा दे, तेरे दीन का इल्म हासिल करने का हमें आला ज़ौक़ और शौक़ अता फरमा। ऐ अल्लाह जिस तरह तूने हमें अपने वली की याद में हमें जमा किया है, ऐ अल्लाह उसी तरह हम सबों की गफलत को भी दूर फरमा, हम सबों को तेरे ज़ाकिरीन बंदों के फहरिस्त में शामिल फरमा।
हर वक्त तेरी याद में, तेरी आफत में, तेरे जिक्र शुक्र में ज़िंदगी बसर करने की तौफीक अता फरमा। ऐ अल्लाह तू रहम फरमा, करम फरमा, तेरे महबूबीन के हकीकी फैज़ान से हम सबों को मालामाल फरमा। ऐ अल्लाह इस महफिल में जो बीमार है सबों को शिफा अता फरमा। इनके मुतवस्सिलीन जो बीमार है अल्लाह उन्हें भी शिफा अता फरमा। अहले सिलसिला जो बीमार है अल्लाह उन्हें भी शिफा अता फरमा। जो परेशान है उनके परेशानियों को दूर फरमा। जो क़र्ज़ों में मुब्तला है उन्हें क़र्ज़ों से नजात दे। जो बेरोज़गार है उन्हें रोज़गार अता फरमा। जो बे औलाद है उन्हें औलाद अता फरमा। जो औलाद रखते हैं पाक परवरदिगार उनके औलाद को नेक सालेह और सालेहात से बना। ऐ अल्लाह हमारे बीवी बच्चों को हमारी आंखों की ठंडक बना। ऐ अल्लाह हम सबों को उनका इमाम बना। ऐ अल्लाह तू रहम फरमा, करम फरमा। ऐ अल्लाह जिनके माँ बाप इस दुनिया से चले गए हैं सबों की खबरों को नूर से मुनव्वर फरमा। ऐ अल्लाह जिनकी औलाद चले गई है अल्लाह उनकी भी खबरों को नूर से मुनव्वर फरमा। सबों के दर्जात को बुलंद फरमा। ऐ अल्लाह बिलखुसूस हमारे शयूख के खबर को नूर से मुनव्वर फरमा। आपके फैज़ान से हम सबों को मालामाल फरमा। आपके दर्जात को बुलंद से बुलंद फरमा। ऐ अल्लाह तू रहम फरमा, करम फरमा। ऐ अल्लाह हमारी ज़िंदगियों से तू राज़ी हो जा। ऐ अल्लाह बार बार ऐसे महफिलें सजाने की, ऐ अल्लाह तेरा जिक्र करने की, ऐ अल्लाह हम सबों को तौफीक अता फरमा। बिजाही सय्यदना मुहम्मद मुस्तफ़ा सल्लल्लाहु अलैहि वसल्लम। സലാം ബൈത്തിൻ്റെ മുമ്പ് നന്ദി പ്രഭാഷണത്തിന് വേണ്ടി